നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഉള്ളതെന്നാണ്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ വന്നു, ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. സുപ്രീം ലോ ഓഫ് ലാൻഡ് ആണ്. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്തതിനുമായി ബന്ധപ്പെട്ട് അതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ അത് ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാ, മേജർ കമ്മിറ്റീസ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ മറ്റ് ആ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കുറേ സവിശേഷതകളുണ്ട്, കുറച്ച് സലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകളായിട്ട് പറയുന്നത്. അപ്പൊ ഈ സവിശേഷതകൾ ഇപ്പൊ ഈ പറയുന്നത് അറൌണ്ട് ഒരു 16ഓളം പോയിന്റ് ഉണ്ട്. ഇത് നമ്പർ ചെയ്യാത്തതാണ്. അപ്പൊ ഈ ഒരു 16ഓളം പോയിന്റുകൾ നമ്മൾ എടുത്തു കഴിയാന്ന് പറഞ്ഞാൽ ഓരോന്ന് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറെക്കുറെ തീർന്നു. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത പോയിന്റ്സ് വളരെ കുറവാണ്, അതിൻ്റെ അകത്ത് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് ശരിക്കും ഒരു ഓവറോൾ പിക്ചർ കിട്ടാനാണ്. അതായത് എന്താണ് ഇന്ത്യൻ ഭരണഘടന, ഈ ഭരണഘടനയ്ക്കകത്ത് എന്താ ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഓരോ പോയിന്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഫർദർ ക്ലാസ്സുകളിൽ, ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ പോയിന്റ്സിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടാവും. അതായത് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്ന് മാത്രമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പല ടൈപ്പ് ഉണ്ട്, അതിന് പല ആർട്ടിക്കിൾസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ ആർട്ടിക്കിൾസ് ആണ്, നമുക്കറിയാം ആർട്ടിക്കിൾസ് ആയിട്ട് മൊത്തം പറയുന്നത് കേട്ടോ, സെക്ഷൻ അല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ കംപ്ലീറ്റ്ലി ആർട്ടിക്കിൾ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സും ഏതൊക്കെയാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതൊക്കെയാ, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് സിറ്റിസൺഷിപ്പ്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണെന്നാണ് നമ്മളിവിടെ പറയുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ്, സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്, പ്രിയാമ്പിൾ ഏതാ, ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോഴേക്കും ആദ്യം തന്നെ നോക്കേണ്ടേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ശരിക്കും അതിന്റെ കോണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ആക്ച്വലി നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ബോറോ ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. എന്നാൽ പോലും, അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സൃഷ്ടിയല്ല ഇത് മൊത്തം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇപ്പൊ പല കാര്യങ്ങളും, ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിലും ഡ്യൂട്ടി ആണെങ്കിലും ഇതെല്ലാം നമ്മൾ മറ്റു രാജ്യങ്ങളിലെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കണ്ട് ഇൻസ്പയർ ചെയ്ത് നമുക്കത് ഇഷ്ടപ്പെട്ട് നമ്മൾ അവിടുന്ന് ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇവിടെ നമ്മുടെ ഈ പറയുന്ന പ്രത്യേകതകളെല്ലാം തന്നെ. മിക്കതും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കുറച്ചൊരു യുണീക്ക് സ്പിരിറ്റ് ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പ്രൊവിഷൻസും, കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാ പ്രൊവിഷൻസും ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നും അല്ലെങ്കിൽ വേൾഡിലെ ഡിഫറെന്റ് പാർട്സിൽ നിന്നും നമ്മൾ ബോറോ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്, കടമെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതായത് നമ്മൾ അവിടുന്ന് ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും കോൺസ്റ്റിറ്റ്യൂഷനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന കുറച്ച് സാലിയന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ നോക്കുന്ന ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, വേൾഡിലെ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത്രയും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്. അതായത് എഴുതി ചിട്ടപ്പെടുത്തി നമ്മൾ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്, എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് എന്തൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയുള്ള ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആർട്ടിക്കിൾസ് ഉണ്ട്. യെസ്, ഇപ്പൊ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്ത സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്തപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? 395 ആർട്ടിക്കിൾസും 22 പാർട്സും. എപ്പോഴാണ് കമൻസ് ചെയ്തേ? 1950 കമൻസ് ചെയ്ത സമയത്ത്, ജനുവരി 26 കമൻസ് ചെയ്ത സമയത്ത് 395 ആർട്ടിക്കിളും 22 പാർട്സും 8 ഷെഡ്യൂളും ആയിരുന്നു കമൻസ് ചെയ്ത സമയത്ത്. പിന്നീട് ഇപ്പൊ എന്താ ചെയ്തത്? പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾ ഉണ്ട്, 25 പാർട്സ് ഉണ്ട്, 12 ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി വന്നത് എങ്ങനെയാ? അമെന്റ്മെന്റ് ത്രൂ ആ. എത്ര അമെന്റ്മെന്റ് നടന്നിട്ടുണ്ട്? 106 അമെന്റ്മെന്റ്. ലേറ്റസ്റ്റ് അമെന്റ്മെന്റ് നടന്നത് 2023. അപ്പൊ ഇങ്ങനെയുള്ള ഭേദഗതികൾ വഴിയായിട്ട് അമെന്റ്മെന്റ് ആരാ നടത്തുന്നത്? പാർലമെന്റ് ആണ്. പാർലമെന്റിന് അമെന്റ്മെന്റ് നടത്താനുള്ള പവർ കൊടുത്തിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 368. മറക്കാതെ ഓർത്ത് വയ്ക്കാം, 368 പ്രകാരമാണ് പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്താൻ പറ്റുന്നത്, അമെന്റ്മെന്റ്. അല്ലാതെ ഒരിക്കലും പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിക്കോ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്താൻ പറ്റില്ല. അപ്പൊ ആ ഒരു പവർ
കംപ്ലീറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പാർലമെന്റിനാണ് കൊടുത്തേക്കുള്ളത് എന്ത് ചേഞ്ചസ് വരുത്തണമെങ്കിലും. സുപ്രീം കോടതിയൊക്കെ ചെയ്യുന്നത് ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുകയാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷനെ ചെയ്യുന്നത്. അപ്പൊ 106 അമെന്റ്മെന്റുകൾ നടത്തിയത് വഴിയതിന്റെ ഭാഗമായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്രയും ആർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്തും പാർട്ടികളും ഷെഡ്യൂളുകളും ഒക്കെ കൂടി വന്നത്. അപ്പൊ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ഒറിജിനലി കമൻസ് ചെയ്ത സമയത്ത് 395 ആർട്ടിക്കിളും 22 പാർട്സും 8 ഷെഡ്യൂളും ഉണ്ടായിരുന്നു. ദെൻ നൗ ഇപ്പൊ നമുക്ക് പ്രിയാമ്പിൾ ഉണ്ട്, 448 ആർട്ടിക്കിൾ ഉണ്ട്, 25 പാർട്സ് ഉണ്ട്, 8 ഷെഡ്യൂൾസ് ഉണ്ട്. ത്രൂ എങ്ങനെയാണ് ഇതൊക്കെ വന്നത്? 106 അമെന്റ്മെന്റ് ത്രൂ ആണ് ഇതെല്ലാം ഇൻക്രീസ് ചെയ്തു വന്നത്. ദെൻ അടുത്ത് നമ്മൾ നോക്കിയേ, അത് എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനും ആണ്, റിട്ടണും ആണ്. ഇനി കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി, രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റിജിഡിറ്റി ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. റിജിഡ് ആണെന്ന് എന്താ നമ്മൾ പറയാം? ഭയങ്കര കടുപ്പമാണ്, അത്ര റിജിഡ് ആണെന്ന് പറയില്ലേ? നമ്മൾ നോർമൽ സെൻസിൽ ആ വേർഡ് അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത്? റിജിഡ് ആണ്, കടുപ്പമാണെന്ന്. ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞാലോ ആള് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഈസി ഗോയിങ് ആണെന്നൊക്കെ പറയും. അപ്പോ ഈസി ഗോയിങ് ആണെന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ല, കുഴപ്പമില്ലാണ്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണ്. മറ്റേത് റിജിഡ് ആണ്, ഇത്തിരി കടുപ്പമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടി ഒരു ബ്ലെൻഡ് ആണെന്ന് പറയും. ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റില്ല, മറ്റേ ജ്യൂസ് ഒക്കെ ബ്ലെൻഡ് ചെയ്യണമല്ലോ. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ്. ഇപ്പൊ റിജിഡിറ്റിയും ഫ്ലെക്സിബിലിറ്റിയുടെയും കൂടി ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താ? അതിവിടെ ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില ഭാഗങ്ങള്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒത്തിരി ആർട്ടിക്കിൾ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 448 എണ്ണത്തിലും ഏത് ആർട്ടിക്കിൾ വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഭേദഗതി വരുത്താൻ പറ്റില്ല. ചില ആർട്ടിക്കിൾ മാറ്റുമ്പോൾ സിമ്പിൾ മെജോറിറ്റി പോരാ, സ്പെഷ്യൽ മെജോറിറ്റി വേണം. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എഴുതാതെ, യെസ്, ഇത് ബേസ്ഡ് ഓൺ അമെൻമെന്റ് ആണ് കേട്ടോ, അമെന്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം എന്തിനെ ബേസ് ചെയ്തിട്ടാ? അമെന്റ്മെന്റ് ബൈ പാർലമെന്റ്. പാർലമെന്റ് അമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില പ്രൊവിഷൻസ്, അതായത് സം പ്രൊവിഷൻസ് അമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ അമെന്റ് ചെയ്യാം? ചില പ്രൊവിഷൻസ് അമെന്റ് ചെയ്യുമ്പോൾ സിമ്പിൾ മെജോറിറ്റി മതി. some provisions by simple majority. ഓക്കെ, സിമ്പിൾ മെജോറിറ്റി വഴിയായിട്ട്. സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, അവിടെ എത്ര പേരുണ്ടോ ഭൂരിഭാഗം, അതായത് ആ പാർലമെന്റിൽ ഹൗസിൽ 2 ഹൗസസ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ലോക്സഭ രാജ്യസഭ. അപ്പൊ ആ പാർലമെന്റിൽ ഹൗസിൽ എത്ര പേരുണ്ടോ അവരുടെ മെജോറിറ്റി എടുത്തിട്ട്, ഭൂരിഭാഗം എടുത്തിട്ട് അവരുടെ സപ്പോർട്ട് വഴിയായിട്ട്, ഭൂരിഭാഗം ആളുകളുടെ സപ്പോർട്ട് വഴിയായിട്ട് ചില ഭാഗങ്ങൾ, ചില പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ് ചെയ്യാൻ പറ്റും. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില ഭാഗങ്ങൾ, ചില ആർട്ടിക്കിൾ അമെന്റ് ചെയ്യുമ്പോൾ ഇവർക്ക് വളരെ ഈസിയാണ്. സിമ്പിൾ മെജോറിറ്റി മതി. സിമ്പിൾ മെജോറിറ്റി വഴിയായിട്ട് സം പ്രൊവിഷൻസ് അമെന്റ് ചെയ്യാം. സം പ്രൊവിഷൻസ് ബൈ സിമ്പിൾ മെജോറിറ്റി വഴിയായിട്ട് അമെന്റ് ചെയ്യാം. ആൻഡ് അതർ പ്രൊവിഷൻസോ, ചില പ്രൊവിഷൻസ് ആണെങ്കിൽ, ചില പ്രൊവിഷൻസ് വരുമ്പോൾ എന്തായിരിക്കും? അവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം. സ്പെഷ്യൽ മെജോറിറ്റിനെയാണ് നമ്മൾ 2/3 മെജോറിറ്റി. അതേഴ്സ് റിക്വയർ എന്ന് ഉദ്ദേശിക്കുന്ന അതർ പ്രൊവിഷൻസ് ആണ് കേട്ടോ. മറ്റു ഭാഗങ്ങൾ അമെന്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? അവർക്ക് ഇവിടെ ഒരു 2/3 മെജോറിറ്റി വേണം. 2/3 മെജോറിറ്റി എന്ന് പറഞ്ഞാൽ 2/3 ആളുകൾ അംഗീകരിക്കണം. അതായത് ടോട്ടൽ എത്രയുണ്ടോ ആ ഒരു പാർലമെന്റിലെ മെമ്പർഷിപ്പ്, അതിലെ 2/3 ആളുകൾ, അതായത് കുറച്ചുകൂടി റിസ്ക് പണിയത്. അപ്പൊ 2/3 ആയിട്ടുള്ള മെജോറിറ്റി, 2/3 ആയിട്ടുള്ള മെജോറിറ്റി വേണം. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിലെ മെമ്പേഴ്സിലെ 2/3 മെജോറിറ്റി വേണം. എങ്ങനെ? ചില പ്രൊവിഷൻസ് അമെന്റ് ചെയ്യാനായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്തും കൂടി വേണം? ആസ് വെൽ ആസ്, ഞാനത് എഴുതാം അവിടെ, ആസ് വെൽ ആസ് ദ മെജോറിറ്റി ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി നിങ്ങള്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാ. അതായത് ഇപ്പൊ കേരളത്തിലേക്ക് വേണ്ടി മാത്രം നിയമം ഉണ്ടാക്കുന്നത് കേരളത്തിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. നമുക്കിവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് വേണ്ടി മാത്രം, ഇപ്പൊ കേരള ലാൻഡ് റിഫോംസ് ആക്ട്, കേരള അബ്കാരി ആക്ട്, ഇതൊക്കെ കേരളത്തിന് വേണ്ടി മാത്രം ഉള്ളതാ. അപ്പൊ അതൊക്കെ കേരളത്തിലേക്ക് വേണ്ടി മാത്രം, അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് ആപ്ലിക്കബിൾ ആവില്ല. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ഓരോരോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെയും, ലെജിസ്ലേച്ചേഴ്സ് കേട്ടോ, ലെജിസ്ലേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും ഉണ്ടല്ലോ, കേരളം മാത്രമല്ലോ, തമിഴ്നാട്, കർണാടക, ഇങ്ങനെ പല സ്റ്റേറ്റുകളിലും വരുന്നുണ്ട്. അപ്പൊ എല്ലാ സ്റ്റേറ്റുകളിലെയും നിയമം ഉണ്ടാക്കുന്ന നിയമം ഉണ്ടാക്കുന്ന ആ ഒരു അതോറിറ്റിയാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും ലെജിസ്ലേച്ചേഴ്സിന്റെ ഭൂരിഭാഗവും വേണം
പാർലമെന്റിലെ മെയിൻ ആയിട്ട് സെൻട്രൽ ലെവലിലുള്ള പാർലമെന്റിന്റെ മെമ്പേഴ്സിന്റെ 2/3 മെജോറിറ്റിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ചില ഭാഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലതിന് ഈ പ്രശ്നമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ മെജോറിറ്റി വഴിയായിട്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില ഭാഗങ്ങൾ ഈസി ആയിട്ട് അമെൻഡ് ചെയ്യാനും പറ്റും, ചില ഭാഗങ്ങൾ അമെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഒത്തിരി കടുപ്പമുണ്ട്. അതാണ് റിജിഡിറ്റി എന്ന് പറയാൻ കാരണം. അവിടുത്തെ ആ പാർലമെന്റിലെ ടോട്ടൽ മെമ്പേഴ്സ് എത്രയാണോ അവരുടെ 3-2% മെജോറിറ്റി അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേറ്റിലും നിയമം ഉണ്ടാക്കാനായിട്ട് ഇതേപടി സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്, അതാത് സ്റ്റേറ്റുകളിലേക്ക് വേണ്ടി അവരുടെ മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും കൂടി അംഗീകരിക്കണം. എന്നാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന സ്പെഷ്യൽ മെജോറിറ്റി കിട്ടിയിട്ട് അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്, സ്പെഷ്യൽ മെജോറിറ്റി. അപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ മെജോറിറ്റി കിട്ടി അതോടൊപ്പം തന്നെ ഈ 2/3 മെജോറിറ്റി വാങ്ങുന്ന പരിപാടിനെയാണ് കേട്ടോ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത്. പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റിയും പിന്നെ എന്തും കൂടി വേണമെന്നാ പറഞ്ഞേ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന്റെ മെമ്പേഴ്സിന്റെ മെജോറിറ്റി. അതിനെയാണ് റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്സ് വഴിയായിട്ടുള്ള റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. റാറ്റിഫിക്കേഷൻ മീൻസ് അംഗീകരിക്കുക കേട്ടോ. റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, അതായത് സ്റ്റേറ്റും അംഗീകരിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൽ ആരും അംഗീകരിക്കേണ്ടത്? സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചേഴ്സും, സ്റ്റേറ്റിലെ ഓരോ നിയമം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും അതാത് സ്റ്റേറ്റുകളിലുള്ള ലെജിസ്ലേച്ചേഴ്സും അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇവർക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത്തിരി കടുപ്പമാണ് ചില ഭാഗങ്ങൾ മാറ്റാൻ. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മുടെ 7th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 7th ഷെഡ്യൂൾ ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പൊ ആ 7th ഷെഡ്യൂള് 12 ഷെഡ്യൂളിലെ 7ാമത്തെ ഷെഡ്യൂള്, ആ 7ാമത്തെ ഷെഡ്യൂളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സിമ്പിൾ മെജോറിറ്റി വഴിയായി ഭൂരിഭാഗമുള്ള ആളുകളുടെ മെജോറിറ്റി വോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പാർലമെന്റ് മാറ്റാൻ പറ്റില്ല അമെന്റ്മെന്റ് വഴിയായിട്ട്. അവിടെ ആ സ്പെഷ്യൽ മെജോറിറ്റി വേണം. പിന്നെ എന്ത് ചെയ്യണം, അതാത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളിലെ എല്ലായിടത്തെയും മെജോറിറ്റി അവർ റാറ്റിഫൈ ചെയ്യോ, അംഗീകരിക്കുകയും കൂടി ചെയ്യണം. യെസ്, ഇത് ആവശ്യമാണ്, ഇത് മാറ്റണം എന്ന് ഇവരും കൂടി അംഗീകരിക്കണം. അപ്പൊ ചില പ്രൊവിഷൻസ് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും, ഭേദഗതി വരുത്താം. ചിലത് ഇത്തിരി പണിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞ 7th ഷെഡ്യൂൾ മാത്രമല്ല പല കാര്യങ്ങളും. ഇപ്പോ ഹൈക്കോടതിയിലെയും സുപ്രീം കോർട്ടിലെയും ജഡ്ജസ്, ഹൈക്കോടതിയിലെ ജഡ്ജസ്, സുപ്രീം കോർട്ടിലെ ജഡ്ജസ്, ഇവരെയൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ, അതായത് ഇവരെ ഹൈക്കോടതി ജഡ്ജസിനെ സുപ്രീം കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം. ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവരെ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ആ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ചേഞ്ച് വരുത്തണം, ആ ആർട്ടിക്കിളിൽ ഒരു ചേഞ്ച് വരുത്തണം എന്ന് വിചാരിക്കും. അപ്പോഴും എന്ത് ചെയ്യുക, ചുമ്മാ അവിടുന്ന് മെജോറിറ്റി അങ്ങ് എടുത്തിട്ട് പാർലമെന്റിലെ മെജോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോഴും എന്ത് ചെയ്യണം, സ്പെഷ്യൽ മെജോറിറ്റി വേണം, പ്ലസ് അതാത് സ്റ്റേറ്റുകളിലെ ലെജിസ്ലേച്ചേഴ്സിന്റെ മെജോറിറ്റി റാറ്റിഫിക്കേഷൻ, അതായത് അവരുടെ അംഗീകാരവും കൂടി വേണം. ഇത് മാറ്റിയേ പറ്റുള്ളൂ എന്ന് അവരും കൂടി അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഒരു ചേഞ്ച് അവർക്ക് ഇത്രയും പ്രധാനമായിട്ടുള്ള ചില ആർട്ടിക്കിൾസുകൾ ഉണ്ട് അതിൽ മാറ്റം വരുത്തുമ്പോൾ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ആണ്. അത് പാർലമെന്റ് അമെന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. ബേസിസ് ഓഫ് അമെന്റ്മെന്റ് ബൈ പാർലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പറയുന്നത്. ചില പ്രൊവിഷൻസ് സിമ്പിൾ മെജോറിറ്റി വഴിയായിട്ട് അമെന്റ് ചെയ്യാം, ചിലത് 2/3 മെജോറിറ്റി പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ വേണം, ആസ് വെൽ ആസ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ മെജോറിറ്റി സപ്പോർട്ട് കൂടി വേണം. അതായത് ആ സ്റ്റേറ്റുകളും കൂടി ഇത് റാറ്റിഫൈ ചെയ്യണം, അവരും കൂടി ഇത് അംഗീകരിക്കണം. അമെന്റ്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കും, പല രീതികളിൽ അമെന്റ് ചെയ്യുന്നത്. സിമ്പിൾ മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി എന്നൊക്കെ പറഞ്ഞ് ആർട്ടിക്കിൾ 368 കേട്ടോ അമെന്റ് ചെയ്യാനുള്ള പവർ കൊടുത്തേക്കുന്നത്. ആർട്ടിക്കിൾ 368 പാർലമെന്റ് അമെന്റ് ചെയ്യാനുള്ള പവർ. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ പഠിക്കും, അമെന്റ്മെന്റ് വരുമ്പോൾ. ഇനി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. അപ്പൊ അടുത്തൊരു പ്രത്യേകതയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്? നമുക്കിവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആണോ? അല്ല, നമുക്ക് പാർലമെന്ററി ഗവൺമെന്റ്, പാർലമെന്റ് അല്ലേ നമുക്ക് നിയമം ഉണ്ടാക്കാനായിട്ടുള്ളത്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിസ്റ്റം എന്ന് പറയുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെ പ്രത്യേകതകളാണെന്ന് നോക്കണം. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ 2 പേരുടെയും പ്രസൻസ് ഉണ്ടാവും. ഓർത്ത് വെച്ചോ, പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ്, ഞാൻ എഴുതാം നിങ്ങൾക്ക്, നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് പവർ നോമിനൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉണ്ടാവും, റിയൽ എക്സിക്യൂട്ടീവ്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. അപ്പൊ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നതാണ്, ഒന്നാമത്തെ പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ
ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഹെഡ്, അതായത് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന, ആക്ഷൻസ് ചെയ്യുന്ന, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന ഹെഡ് ആയിട്ടുള്ള വ്യക്തി പ്രസിഡന്റ് ആണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്. നോമിനൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ റിയൽ എക്സിക്യൂട്ടീവ് ആരാ? ശരിക്കും എക്സിക്യൂട്ടീവ് പവേഴ്സ് ആരുടെ കയ്യിലൂടെയാണ് നടക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടാകും, നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ടാകും. അപ്പൊ പ്രസൻസ് ഓഫ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഇപ്പൊ നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറഞ്ഞ ആരാ? ഓർത്ത് വെക്കണം കേട്ടോ. നോമിനൽ, ചിലപ്പോ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് ചോദിക്കുള്ളൂ. യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന്? യൂണിയന്റെ, അതായത് ഇന്ത്യയിലെ മൊത്തത്തിൽ യൂണിയന്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാ? മൊത്തത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിലെ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഉത്തരം പ്രസിഡന്റ് ആണ്. പക്ഷേ പ്രസിഡന്റ് നോമിനൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഹെഡ് ആണ്. അങ്ങനെ എടുത്തെങ്ങാനും ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ മാത്രം പ്രൈം മിനിസ്റ്റർ എഴുതിയാൽ മതി. അപ്പൊ നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് പറയുമ്പോൾ ഉള്ള നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എക്സിക്യൂട്ടീവ് പവേഴ്സ് ഹെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആരാണ്? പ്രസിഡന്റ് ആണ് നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത്. പക്ഷെ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡും ഉണ്ട്. റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ്, ശരിക്കും റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പവർ ആരുടെ കയ്യിലാ? റിയൽ എക്സിക്യൂട്ടീവ് പവർ യൂണിയന്റെ എക്സിക്യൂട്ടീവ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള റിയൽ എക്സിക്യൂട്ടീവ് പവർ ആരുടെ കയ്യിലാ? ഇൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റേഴ്സിന്റെ, മന്ത്രിമാരുടെ കയ്യിലാണ് കേട്ടോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലാണ്. അതിന്റെ ഹെഡ് ആരാ? മന്ത്രിമാരുടെ ഹെഡ് ആരാ? യൂണിയൻ ലെവലിലുള്ള ഹെഡ് വൈസ് പ്രസിഡന്റ്, സോറി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ്. മിനിസ്റ്റേഴ്സിന്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ അല്ലേ? അപ്പൊ പ്രൈം മിനിസ്റ്റർ. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് ആരെ പറയും? പ്രൈം മിനിസ്റ്ററിനെ പറയും. അപ്പോ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ പ്രത്യേകതയാണ് അവിടെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഉണ്ടാകും, അതായത് ശരിക്കും എക്സിക്യൂട്ടീവ് പവർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും, അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹം നോമിനൽ എക്സിക്യൂട്ടീവ് ഹെഡ് ആന്ന് പറയുന്നത്. പക്ഷെ ക്വസ്റ്റ്യനില് യൂണിയൻ എക്സിക്യൂട്ടീവ് ഹെഡ് ആരാന്നെങ്ങാനും ചോദിക്കുവാണെങ്കിൽ പ്രസിഡന്റിനെ തന്നെ എഴുതണം. അതാണ് ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത്. പക്ഷെ അപ്പോഴും ശരിക്കും എക്സിക്യൂട്ടീവ് പവർ ഇന്ത്യയിലെ കൈകാര്യം ചെയ്യുന്നത് മന്ത്രിമാരാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അവരുടെ ഹെഡ് ആരാ? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റിയൽ എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ, രണ്ടിന്റെയും പ്രസൻസ് ഉണ്ട്. നോമിനൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, റിയൽ എക്സിക്യൂട്ടീവിന്റെ പ്രസൻസും ഉണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് പാർലമെന്ററി ഫോമിന്റെ മെജോറിറ്റി പാർട്ടിയാണ് ഭരിക്കുന്നത്. മെജോറിറ്റി പാർട്ടി റൂൾ ആണ്. മെജോറിറ്റി പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലെ? മെജോറിറ്റി പാർട്ടിയിൽ ഇവിടെ ഭരിക്കുന്നത്, ഇലക്ഷൻ നടത്തിയിട്ട് ആരാണോ മെജോറിറ്റി പാർട്ടി, ആ മെജോറിറ്റി പാർട്ടി ആയിരിക്കും ഇവിടെ റൂൾ ചെയ്യുന്നത്. അതും പാർലമെന്ററി ഫോമിന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ ലീഡർഷിപ്പ്. യെസ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കയ്യിലാണ് ശരിക്കും ഈ ഒരു പവർ ഉള്ളത്. എക്സിക്യൂട്ടീവ് പവേഴ്സ് ശരിക്കും ഉള്ളത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കയ്യിലാണ്. മന്ത്രിമാരുടെ കയ്യിലാണ് എക്സിക്യൂട്ടീവ് പവർ എല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഹെഡ് ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്ററിന്റെ ലീഡർഷിപ്പ് അതും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർ ആണ് അവിടെ ലീഡർ ആയിട്ട് വരുന്നത്. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. ഇതൊക്കെ ഓർത്തിരിക്കണേ. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് കൂട്ടത്തോടു കൂടിയാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. ആർക്ക്? ഓഫ് ദ എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവിന് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ്. ആരോട്? ടു ദ ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിനോട് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത്. ലെജിസ്ലേച്ചർ ആരാ? ലോ മേക്ക് ചെയ്യുന്ന അതോറിറ്റിയാണ്, നിയമം ഉണ്ടാക്കുന്ന അതോറിറ്റിയാണ് ലെജിസ്ലേച്ചർ. ആ ലെജിസ്ലേച്ചറിനോട്, നിയമം ഉണ്ടാക്കുന്ന അതോറിറ്റിയായ നമ്മുടെ ലെജിസ്ലേച്ചറിനോട് എക്സിക്യൂട്ടീവിന്, ഭരിക്കുന്ന എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ഇവിടെ ഭരണം നടത്തുന്ന എക്സിക്യൂട്ടീവ്, ആ എക്സിക്യൂട്ടീവ് അതോറിറ്റിക്ക് കൂട്ടത്തോടു കൂടിയ റെസ്പോൺസിബിലിറ്റി, അതായത് ഇപ്പോ ഓരോ മന്ത്രിമാർക്കും ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത്. അതായത് ആ ഭരിക്കുന്ന മൊത്തം മന്ത്രിസഭ ഇവർക്ക് മൊത്തത്തിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ആരോട് വരുന്നത്? ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കുന്ന അതോറിറ്റിയോട് പറയുന്നു ഉള്ളത്. കാരണം അവരുണ്ടാക്കിയ നിയമത്തിന്, ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കിയ നിയമത്തിന് വിരുദ്ധമായിട്ട് ഇവർക്ക് എക്സിക്യൂട്ടീവ് പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ല. അതിന് എങ്ങനെയാണോ ഇവർക്ക് പവർ കൊടുത്തിട്ടുള്ളത്, ലെജിസ്ലേച്ചർ എന്ത് ചെയ്യും? ലോ മേക്ക് ചെയ്യും. അവര് മെയ്ഡ് ചെയ്യുന്ന നിയമത്തിൽ പവറുകൾ ആർക്ക് കൊടുത്തിട്ടുണ്ടാവും? എക്സിക്യൂട്ടീവിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇവർക്ക് ആ പവർ ഉപയോഗിക്കാവുള്ളൂ. അതല്ലാതെ
അതിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ലെജിസ്ലേച്ചറിന്റെ പവറിന് കൊടുത്ത ക്ലെയിം അനുസരിച്ചാണ് എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് അതോറിറ്റി കളക്റ്റീവ്ലി ആണ് ആരോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ലെജിസ്ലേച്ചറിനോട് കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് എക്സിക്യൂട്ടീവിനുള്ളത്. അതും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത ഒരു പ്രത്യേകതയും കൂടി പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിനുള്ളത്, രണ്ട് ഹൗസസ് ഉണ്ട്. ഏതൊക്കെയാ രണ്ട് ഹൗസസ്? അപ്പർ ഹൗസ് എന്ന് പറയുന്നത് 2 ഹൗസസ് ഉണ്ട്. പാർലമെന്റിന് 2 ഹൗസസ് ഓഫ് പാർലമെന്റ് കേട്ടോ. പാർലമെന്റിന് 2 ഹൗസസ് ഉണ്ടാവും. അതിൽ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് ലോക്സഭയാണ്. ലോക്സഭയുടെ മറ്റൊരു പേരാണ് നമ്മൾ പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നും പറയും. ഹൗസ് ഓഫ് പീപ്പിൾ എന്നും പറയും കേട്ടോ. അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാലും ലോവർ ഹൗസ് ആണ് ലോക്സഭ. തിരിഞ്ഞുപോയി ഒന്ന്. ലോവർ ഹൗസ് കേട്ടോ. ലോവർ ഹൗസ് ആണ് ലോക്സഭ. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാലും ലോക്സഭ, എന്ന് ഓർത്താൽ മതി. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാലും ലോക്സഭയാണ്. ലോക്സഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഹൗസ് ആണ് ഏത്? അടുത്തതാണ് അപ്പർ ഹൗസ്. 2 ഹൗസ് ഉണ്ട്, അപ്പർ ഹൗസും ലോവർ ഹൗസ്. അപ്പർ ഹൗസ് ഏതാ? അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്. രാജ്യസഭ. ഇത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ എഴുതാത്തോണ്ടാണ് റെഡ് വരുന്നത്. ഓക്കെ, ലോക്സഭയും രാജ്യസഭയും. രാജ്യസഭ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. പേരുകൾ ഓർത്ത് വെക്കുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. യെസ്, ഇങ്ങനെ 2 ഹൗസസ് ഉണ്ടാവും. അപ്പോൾ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് 2 ഹൗസസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിൽ 2 ഹൗസസ് ഉണ്ടാകും. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പോ ലോക്സഭയെ നമ്മൾ പറയുന്ന ലോവർ ഹൗസ് എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ. അപ്പർ ഹൗസിനെ പറയുന്ന രാജ്യസഭ എന്നാണ്. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇനി ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന് ലോകസഭ ഡിസൊല്യൂഷൻ ആവാൻ പറ്റും. ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. എന്ത് ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ? അല്ലെങ്കിൽ ലോവർ ഹൗസ് ഡിസൊല്യൂഷൻ ആവും, അല്ലെങ്കിൽ ലോക്സഭ ഡിസൊല്യൂഷൻ ആവുന്നു. ആർക്കാ ഡിസൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നത്? പിരിച്ചുവിടാൻ പറ്റുന്നേ, ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നേ? പ്രസിഡന്റിന് ഈ ലോക്സഭയിൽ ഒരു മെജോറിറ്റി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ആ ഒരു സഭ അല്ലെങ്കിൽ ആ ഒരു ഹൗസ് പ്രവർത്തിക്കാനുള്ള മെജോറിറ്റി അവിടെ ഇല്ല, കോൺഫിഡന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാം? ലോക്സഭ ഡിസോൾവ് ചെയ്യാം, പിരിച്ചുവിടാം. അതിന് പറ്റും. അപ്പൊ ഇതും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. ലോക്സഭ ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് അവർക്കുള്ള ആ ഒരു 5 വർഷ കാലാവധിക്ക് മുമ്പ് പ്രസിഡന്റിന് വേണമെങ്കിൽ ഇത് ഡിസോൾവ് ചെയ്യാം. ഇതിന് കോൺഫിഡൻസ് ഇല്ലാന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി സപ്പോർട്ട് ഇല്ലാന്ന് അവിടെ തോന്നുകയാണെങ്കിൽ. ഇത്രയും പ്രത്യേകതയാണ് നമ്മുടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന് വരുന്നത്. ഇത്ര ഓർത്ത് വെക്കാം കേട്ടോ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റിന്റെ പ്രത്യേകതകളായിട്ട്. ഇനി യെസ്, അടുത്ത നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് എ യൂണിറ്ററി ബയാസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്തൊരു പ്രത്യേകതയാണ് ഫെഡറൽ സിസ്റ്റം വിത്ത് എ യൂണിറ്ററി ബയാസ് എന്ന് പറയുന്നത്. അതെന്താ ഈ ഫെഡറൽ സിസ്റ്റം വിത്ത് എ യൂണിറ്ററി ബയാസ്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ മേക്കിംഗ് പവേഴ്സ്, നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ അർത്ഥം വരുന്നത്. സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടെന്നാണ്. അതായത് ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് നിയമം ഉണ്ടാക്കാൻ ഇന്ന മാറ്ററിലാണ് അധികാരം എന്നും, സ്റ്റേറ്റുകൾക്ക് നിയമം ഉണ്ടാക്കാൻ ഇന്ന വിഷയങ്ങളിലാണെന്നും ഒക്കെ പറഞ്ഞ് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടുപേർക്കും പറ്റുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയുന്നുണ്ട്. രണ്ടുപേർക്കും പറ്റും, ചില മാറ്ററിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ രണ്ടുപേർക്കും അധികാരമുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഏത്? ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫെഡറൽ ലിസ്റ്റിനെ പറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫെഡറൽ ലിസ്റ്റ് ഇതേ നോക്കിയേ, 7ാമത്തെ ഷെഡ്യൂൾ 7ലാണ്, 12 ഷെഡ്യൂളില് 7ാമത്തെ ഷെഡ്യൂളിലാണ് ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ആർക്കൊക്കെ ഏതൊക്കെ മാറ്ററുകളിലാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ സപ്പോസ് റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ആർമി, ഡിഫൻസ്, നേവി, എയർഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റിന് ഒരിക്കലും പോയി പറ്റില്ല നിയമം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പോട്ടെ, സിറ്റിസൺഷിപ്പ്,
പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യം, ഇതൊക്കെ ആർക്കേ പറ്റുള്ളൂ? ഇതൊക്കെ യൂണിയന്റെ മാറ്റർ ആണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ മാറ്റർ ആണ്. അതുപോലെ തന്നെ വേറെ ഇപ്പൊ പറയാം, ഇപ്പോ പോലീസ് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, പ്രസൻ ഒക്കെ ഓരോ സ്റ്റേറ്റിലും ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ജയിലൊക്കെ ഓരോ സ്റ്റേറ്റിലും ഇല്ലേ? ഓക്കെ, അപ്പൊ പ്രസൻ, ലോ ആൻഡ് ഓർഡർ, പോലീസ്, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അതാത് സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് രണ്ടുപേർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇനി രണ്ടുപേർക്കും പറ്റുന്ന ട്രേഡ് ഒക്കെ, കച്ചവടം ഒക്കെ ഇല്ലേ? ട്രേഡും കൊമേഴ്സും, ഇതൊക്കെ രണ്ടുപേർക്കും പറ്റും. യൂണിയനും ഉണ്ടാക്കാം, സ്റ്റേറ്റിനും ഉണ്ടാക്കാം. രണ്ടുപേർക്കും. ഇത് ആർക്കും പറ്റാത്ത ചില മാറ്റേഴ്സ് ഉണ്ട്. അതും അതായത് ഈ ലിസ്റ്റുകളിൽ ഒന്നും വരാത്തത് 3 ലിസ്റ്റുകളായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട് ഈ ഫെഡറൽ ലിസ്റ്റിനെ. നമുക്ക് ആ ഷെഡ്യൂൾ എടുക്കുമ്പോൾ അത് പറയാം. ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക, ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പവറുകൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ലോ മേക്ക് ചെയ്യാനുള്ള അധികാരം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് യൂണിയനും സ്റ്റേറ്റിനും കൊടുത്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെന്റിന് ഏതൊക്കെ വിഷയത്തിൽ ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും സ്റ്റേറ്റിന് ഏതൊക്കെ വിഷയത്തിൽ ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു ഇന്ത്യൻ ഗവൺമെന്റിൽ ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, പവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് ലോ മേക്കിംഗ്, നിയമം ഉണ്ടാക്കാനുള്ള പവേഴ്സ് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് യൂണിറ്ററി ബയാസ്. ഇങ്ങനെ പറയുമ്പോഴും ഒരു യൂണിറ്ററി ബയാസ് ആണ്. യൂണിറ്ററി എന്താ? യൂണിയന്റെ ഒരു ബയാസ് എന്ന് പറഞ്ഞ ഒരു പാർഷ്യാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഒരു കുത്തക ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തു, ആധിപത്യം ഉണ്ട്. അതെങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ ഈ പറയുന്ന പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യൂണിയൻ ഇന്നതാണ്, നിങ്ങൾക്ക് ഇന്ന ഏരിയ ആണ്, സ്റ്റേറ്റിന് ഇന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് ചില കാര്യങ്ങളിൽ, അതായത് ഇപ്പോ ഒരു എമർജൻസി വരുന്ന സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കും, നാഷണൽ എമർജൻസി വരുന്ന സിറ്റുവേഷനിലാണ് എങ്കിൽ, നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മൊത്തത്തില് ഒരു ത്രെട്ട് ഒക്കെ അനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നാഷണൽ എമർജൻസി വരുന്ന സിറ്റുവേഷൻ ആണ്. അങ്ങനെയാണ് നമ്മൾ എമർജൻസി, അടിയന്തരാവസ്ഥക്കാലം എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ മൊത്തത്തിൽ എമർജൻസി, ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ എമർജൻസി ആണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിലൊക്കെ പിന്നെ ഇതിന്റെ കൺട്രോൾ മൊത്തം എമർജൻസി വരുമ്പോ, അതായത് സ്റ്റേറ്റുകളിലാണെങ്കിൽ പോലും എമർജൻസി വരുമ്പോൾ ആ യൂണിയൻ ആയിരിക്കും കൺട്രോൾ. യൂണിയൻ എന്ന് പറയുമ്പോൾ അതായത് പിന്നെ അവിടെ നിയമം ഉണ്ടാക്കുന്നതൊക്കെ പാർലമെന്റാ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ല, പാർലമെന്റ് ആണ്. അതായത് പിന്നെ മൊത്തം പവർ ഇവിടുത്തെ ഗവർണറിനായിരുന്നു പവർ എങ്കിൽ ആ പവറൊക്കെ എടുത്ത് ആർക്ക് കൊടുക്കും? പ്രസിഡന്റിന് കൊടുക്കും. പിന്നെ മൊത്തം ആ പ്രസിഡന്റ് ആണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആ സ്റ്റേറ്റിൽ നോക്കുന്നത്. അതുപോലെ തന്നെ യൂണിയനിലും സെൻട്രൽ ഗവൺമെന്റിലും ഇതേപടി തന്നെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ എമർജൻസി വരുമ്പോൾ അതിനെയാണ് നാഷണൽ എമർജൻസി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ എമർജൻസി വരുന്ന സിറ്റുവേഷനിലും ആർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാം? സ്റ്റേറ്റിന്റെ വിഷയമാണെങ്കിൽ പോലും അതിൽ വന്നിട്ട് ആർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും? യൂണിയന് നിയമം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഫെഡറൽ സിസ്റ്റം ആണ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞേ? ലോ മേക്കിംഗ് പവേഴ്സ്, നിയമം ഉണ്ടാക്കാനുള്ള അധികാരങ്ങൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. യൂണിയന്റെ ഏരിയ നിയമം ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെന്റിന്, അതായത് സ്റ്റേറ്റുകൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇത് അവരുടെയാണ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ബട്ട് വിത്ത് യൂണിറ്ററി ബയാസ്, യൂണിയന്റെ ഒരു ബയാസ് ഉണ്ട്. യൂണിയന്റെ മീൻസ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബയാസ്, അല്ലെങ്കിൽ അവർക്കൊരു ആധിപത്യം ഉണ്ട്. എപ്പോഴാണ് അവർക്ക് ഈ ആധിപത്യം വരുന്നേ? അവർക്ക് വരുന്നത് ഏത് സിറ്റുവേഷനിലായിരിക്കും? എമർജൻസി വരുമ്പോ. എമർജൻസി വരുന്ന സിറ്റുവേഷനിൽ ഓർത്തിരുന്നോ, നാഷണൽ എമർജൻസി ഓർത്താൽ മതി. എമർജൻസി വരുമ്പോ, ഇൻ കേസ് ഓഫ് എമർജൻസി വരുന്ന സിറ്റുവേഷനിലും, അതുപോലെ തന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണെങ്കിലും, നാഷണൽ ഇമ്പോർട്ടൻസ് മാറ്റർ, സബ്ജക്ട് മാറ്റർ, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട് മാറ്ററിലാണെങ്കിലും, അതായത് ഇപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള 3 ലിസ്റ്റ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഈ സംഭവം ഇല്ലേ, ഫെഡറൽ ലിസ്റ്റ്, 7th ഷെഡ്യൂളിലെ ഫെഡറൽ ലിസ്റ്റില്, ഈ ഫെഡറൽ ലിസ്റ്റില് 3 ലിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളാണ് കേട്ടോ ഫെഡറൽ ലിസ്റ്റിലുള്ളത്. കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളായിട്ടാണ് ഈ 7ാമത്തെ ഷെഡ്യൂളിനെ തരംതിരിച്ചിട്ടുള്ളത്. 7ാമത്തെ ഷെഡ്യൂളിനെ 3 ലിസ്റ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ കുറെ വിഷയങ്ങളുണ്ട്. അതിലിപ്പോ ഞാൻ പറഞ്ഞതാണ് ഈ റെയിൽവേ, ആർമി, എയർഫോഴ്സ്, ഇങ്ങനെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. വേറെ ഉണ്ട് കുറെയൊക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ യൂണിയൻ ലിസ്റ്റ്,
പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റിലെ മാറ്റേഴ്സ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രസന്റ്, ജയിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പോലീസ്, ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട, അതായത് സ്റ്റേറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പറ്റുന്ന വിഷയങ്ങൾ. ഇനി വേറൊരു ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പറ്റും, അതായത് യൂണിയനും പറ്റും നിയമം ഉണ്ടാക്കാൻ, സ്റ്റേറ്റിനും പറ്റും. ഇവർക്ക് രണ്ടുപേർക്കും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ട്രേഡ്, കൊമേഴ്സ് ഒക്കെ, ട്രേഡും കൊമേഴ്സും ഒക്കെ രണ്ടുപേർക്കും പറ്റുന്ന അങ്ങനത്തെ കുറെ വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലുണ്ട്. ഇതിൽ കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പൊ യൂണിയൻ ലിസ്റ്റിലൊക്കെ ആണെങ്കിൽ 90-ൽ കൂടുതൽ, 90-99ഓളം വിഷയങ്ങൾ അവർ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറെ വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലും ഉണ്ട്. അതേപടി 19-ൽ കൂടുതൽ സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ പറയുന്നുണ്ട്. കൺകറന്റ് ലിസ്റ്റിലും ഉണ്ട് കുറെ വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്. അപ്പൊ ഇത്രയും വിഷയങ്ങളിലൊക്കെയാണ് ഇവർക്ക് നിയമങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തേക്കളെ. യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയങ്ങളിലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ യൂണിയനും, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിനും, കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ രണ്ടുപേർക്കും പറ്റും. ആർക്കൊക്കെ പറ്റും? യൂണിയനും പറ്റും, സ്റ്റേറ്റിനും പറ്റും. ഇങ്ങനെയാണ് പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ പവേഴ്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏത് പ്രകാരം? 7th ഷെഡ്യൂൾ പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ ആർക്കാ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ്. ഇങ്ങനെയാണെങ്കിൽ പോലും സ്റ്റേറ്റ് ലിസ്റ്റിലെ മാറ്റേഴ്സിൽ ആർക്ക് നിയമം ഉണ്ടാക്കാം? യൂണിയന്, സെൻട്രൽ ഗവൺമെന്റ് വന്ന് നിയമം ഉണ്ടാക്കും. പക്ഷെ അത് അവരുടെ ഏരിയ അല്ലല്ലോ. അവർക്ക് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളല്ലേ നിയമം ഉണ്ടാക്കാൻ കൊടുത്തത്. പിന്നെ അവർക്ക് ഏതാ പറ്റുന്നത്? കൺകറന്റ് രണ്ടുപേർക്കും പറ്റും. അപ്പൊ അവർക്ക് പറ്റുമായിരുന്നു. ഈ സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റിന് കൊടുത്തതല്ലേ, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനല്ലേ. പക്ഷെ ആ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കാൻ നിയമം ഉണ്ടാക്കാൻ കൊടുത്ത വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലൊക്കെ ആർക്ക് പറ്റും? യൂണിയന് നിയമം ഉണ്ടാക്കാം. എപ്പോ പറ്റുന്ന സിറ്റുവേഷൻ ആണ് നാഷണൽ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്ന ഒരു മാറ്റർ ആണ് ആ മാറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് അതിലുള്ള ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പൊ പോലീസ് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദേശീയ ലെവലിൽ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമായിട്ട് ആ വിഷയത്തെ അവർക്ക് തോന്നുകയാണെങ്കിൽ, ആ സബ്ജക്ട് മാറ്ററിനെ സംബന്ധിച്ച്, ആ വിഷയത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? ഇവൻതോ അത് അവരുടെ വിഷയം അല്ലെങ്കിൽ പോലും, അത് സ്റ്റേറ്റ് ലിസ്റ്റിലെയാ എന്നാൽ പോലും യൂണിയന് അതിൽ നിയമം ഉണ്ടാക്കാം. കാരണം അവർക്ക് കൊടുത്തിട്ടില്ലാത്ത പവർ ആണെങ്കിൽ പോലും അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും. നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമാണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ, ആ ലിസ്റ്റിൽ കിടക്കുന്ന ഒരു വിഷയത്തെ. അതല്ലെങ്കിലോ, ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന വിഷയങ്ങളിലൊക്കെ നോർമലി സ്റ്റേറ്റിനാണ് നിയമം ഉണ്ടാക്കാൻ പറ്റുന്നത്, അതായത് സ്റ്റേറ്റിലെ ലെജിസ്ലേച്ചേഴ്സിനാണ്. എന്നാൽ പോലും അവിടെ ഒരു എമർജൻസി വരികയാണെങ്കിൽ, ആ സ്റ്റേറ്റിൽ മൊത്തത്തിൽ അടിയന്തരാവസ്ഥ സിറ്റുവേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക, മൊത്തത്തിൽ എമർജൻസി വന്നിരിക്കുക. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ ആ സ്റ്റേറ്റിലെ, സാധാരണഗതിയിൽ ആ സ്റ്റേറ്റിൽ നിയമം ഉണ്ടാക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാ. പക്ഷെ ആ പവർ ആരുടെ കയ്യിലേക്ക് പോകും? എമർജൻസി വരുമ്പോ പിന്നെ അവിടെ ഭരിക്കുന്നത് മൊത്തം പ്രസിഡന്റ് ആണ്. അപ്പോ അവിടുത്തെ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരവും ആരിലേക്ക് പോകും? പാർലമെന്റിലേക്ക് പോകും. പാർലമെന്റിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ യൂണിയനിലേക്ക് പോകും. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ് അവിടെ നിയമമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ പിന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അവിടെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയുന്ന വിഷയങ്ങളിൽ സത്യം പറഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് നിയമം ഉണ്ടാക്കാൻ അധികാരം. എന്നാൽ പോലും ആ വിഷയങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, അത്രയും ദേശീയ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് തോന്നുകയോ, അതല്ല എങ്കിൽ അവിടെ ഒരു എമർജൻസി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ സ്റ്റേറ്റിൽ, എന്നാൽ പിന്നെ ആ സ്റ്റേറ്റിൽ ലെജിസ്ലേച്ചറിന് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. ആ പവർ മൊത്തം ആരുടെ കയ്യിൽ? ആ സ്റ്റേറ്റിന്റെ അധികാരം മൊത്തം പാർലമെന്റിലേക്ക് പോയി. അപ്പൊ ആ സ്റ്റേറ്റിന് വേണ്ടി നിയമം ഉണ്ടാക്കണമെങ്കിലും ആരുണ്ടാക്കണം? പാർലമെന്റ് തന്നെ ഉണ്ടാക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ? ഫെഡറൽ സിസ്റ്റം ആണ്. പവറൊക്കെ കൃത്യമായിട്ട് ഇവർ ഡിവൈഡ് ചെയ്ത് നിയമം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും യൂണിറ്ററി ബയാസ്, യൂണിയൻ ഒരു ബയാസ് ഉണ്ട്, യൂണിയൻ ഒരു ആധിപത്യം കൂടുതലാണ്. എപ്പോ വരുമ്പോ? എമർജൻസി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നാഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് മാറ്റർ ആണെന്ന് ഇവർക്ക് തോന്നുവാണ് എങ്കിൽ അതിലും, ഇനിയിപ്പോ സ്റ്റേറ്റിന്റെ ആണെങ്കിൽ പോലും, സ്റ്റേറ്റിൽ പറയുന്ന വിഷയത്തിലാണെങ്കിൽ പോലും ഇവർക്ക് അതിൽ നിയമം ഉണ്ടാക്കാം. അപ്പോ യൂണിയന്റെ ഒരു ബയാസ് ഇവിടെ ഉണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതയാണ് ഇന്റഗ്രേറ്റഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. എന്താ ഈ ഇന്റഗ്രേറ്റഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്? വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഏതാ? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. സുപ്രീം കോർട്ടാണ് ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീലാണ്. ഏറ്റവും അവസാനം അവിടെ വരെയാണ് നമ്മൾ അപ്പീൽ പോകുന്നത്. കോടതികളിൽ ഏറ്റവും അവസാനം വരുന്നത് സുപ്രീം കോർട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് സുപ്രീം കോർട്ട്. അപ്പൊ അത്രയും ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ആയിട്ടുള്ള സുപ്രീം കോർട്ടിനെ നമ്മൾ ഒരു ഫെഡറൽ കോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഫെഡറൽ കോർട്ട് എന്നൊക്കെ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുവാണ് എങ്കിൽ, ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ, സിറ്റിസൺസിന്റെ, പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പ്രൊട്ടക്ട് ചെയ്ത് തരുന്ന, അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെയ്ത് തരുന്നത്
നമ്മുടെ സുപ്രീം കോടതിയാണ്. നമുക്ക് അവിടെ വരെയും പോവാം ഡയറക്റ്റ്. സാധാരണ രീതിയിൽ നമ്മളൊരു കേസ് വരുമ്പോൾ ഏറ്റവും താഴെയുള്ള കോടതി വെച്ചിട്ടാണല്ലോ പോകുന്നത്. ഇത് അങ്ങനെയല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പോകാം. നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി ഡയറക്റ്റ്ലി നമുക്ക് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? സുപ്രീം കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. ഹയസ്റ്റ് കോർട്ടായിട്ടുള്ള സുപ്രീം കോടതിയിലേക്ക് പോവാം നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു ഗാർഡിയൻ ആണ് സുപ്രീം കോടതി എന്ന് പറയാം. ഗാർഡിയൻ ആണ്, ഒരു പ്രൊട്ടക്ടർ അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ ആണ് സുപ്രീം കോടതി. അപ്പോ അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സെന്ററിനും സ്റ്റേറ്റിനും നമ്മളിപ്പോ കൊടുത്തില്ലേ ഇതിവിടെ കൊടുത്തല്ലോ, യൂണിയനും സ്റ്റേറ്റിനും. യൂണിയനും സ്റ്റേറ്റിനും പവറുകൾ കൊടുത്തായിരുന്നല്ലോ, ലോ മേക്ക് ചെയ്യാനുള്ള പവറുകൾ. അപ്പൊ അതനുസരിച്ച് ഇവര് കൃത്യമായിട്ടാണോ നിയമങ്ങൾ നിർമ്മിക്കുന്നത്? ഇനി അതല്ലാതെ സ്റ്റേറ്റ് ലിസ്റ്റിലെ മാറ്ററിൽ പോയി യൂണിയൻ നിയമം ഉണ്ടാക്കിയത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള സിറ്റുവേഷനോ നാഷണൽ ആയിട്ടുള്ള എമർജൻസി വന്നപ്പോഴൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ പോയി എൻക്രോച്ച് ചെയ്ത് അതിക്രമിച്ച് പോയി കയറി ഉണ്ടാക്കിയതാണോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇവര് തമ്മിലുള്ള സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള പവറുകള് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ആർക്കാ? ജുഡീഷ്യറിക്കാ. അപ്പൊ ജുഡീഷ്യറിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റ് ഷോർട്ടാക്കി നമുക്ക് എഴുതാം. ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സുപ്രീം കോർട്ട്, ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ആണ്. ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീല് ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കുന്ന, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഗ്യാരണ്ടർ ആണ്. നമുക്ക് അവിടെ വരെ പോവാം. ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പിന്നെ എന്താണ് സുപ്രീം കോടതിയുടെ പ്രത്യേകത? എന്താ? ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓരോരോ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ഷോർട്ടാക്കി ഇട്ട് പോകണതാണ് കേട്ടോ. ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ എന്ത് ചെയ്യും? ലിമിറ്റ്സ് ദ പവേഴ്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്, അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റും തമ്മിലുള്ള പവേഴ്സ് ലിമിറ്റ് ചെയ്യുന്നതും സെൻട്രലും സ്റ്റേറ്റ്സും തമ്മിലുള്ള പവേഴ്സ് ലിമിറ്റ് ചെയ്യുന്നത്, അതായത് ഇവരുടെ പവേഴ്സ് പ്രോപ്പർ ആയിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്, ജുഡീഷ്യറിക്കാണ് അതൊക്കെ റിവ്യൂ ചെയ്ത് വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി ഉണ്ട്. ഇതും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ സിന്തസിസ് ഓഫ് പാർലമെന്ററി സൊവീർണിറ്റി. അടുത്ത പ്രത്യേകതയാണ് പാർലമെന്ററി സൊവീർണിറ്റിയുടെ. സൊവീർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരമാധികാരം. അതിനെയാണ് നമ്മൾ സൊവീർണിറ്റി എന്ന് പറയുന്നത്. സൊവീർണിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. ഇതിന്റെ സിന്തസിസ് എന്ന് പറയുന്നത്, എനിക്കിതൊന്നും ഇവിടുന്ന് കോപ്പി ചെയ്യാം, ഇത് അല്ലെങ്കിൽ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. സിന്തസിസ് ഓഫ് പാർലമെന്ററി സൊവീർണിറ്റി എന്ന് പറയുമ്പോൾ പാർലമെന്ററി സൊവീർണിറ്റിയുടെ സിന്തസിസ് എന്തായിരിക്കും? സൊവീർണിറ്റി എന്ന് പറഞ്ഞാൽ പരമാധികാരമാണ്. പാർലമെന്ററി സൊവീർണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പാർലമെന്റിന് ഒരു പരമാധികാരമുണ്ട്. എന്തിനായിരിക്കും പാർലമെന്റിന്റെ പരമാധികാരം? നമ്മൾ പറഞ്ഞു സുപ്രീം കോടതി എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും എന്നുള്ളത്. അപ്പൊ സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെന്ററും സ്റ്റേറ്റും തമ്മിലുള്ള പവേഴ്സ് പ്രോപ്പർ ആണോ എന്ന് ലിമിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് വെരിഫൈ ചെയ്തിട്ട് അത് റിവ്യൂ ചെയ്ത് പരിശോധിച്ചിട്ട് ലിമിറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ പവർ അധികാരമായി കൂടുതലായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് നോക്കണമെങ്കിൽ ഇതൊക്കെ പറ്റുന്നത് നമ്മുടെ ജുഡീഷ്യറിക്കാണ്, സുപ്രീം കോർട്ടിനാണ്. അപ്പോ ആ പവർ സുപ്രീം കോടതി ചെയ്യുമ്പോൾ സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ത് ചെയ്യാൻ? പാർലമെന്റ് കൊണ്ടുവരുന്ന ഏതെങ്കിലും നിയമം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെങ്കിൽ അതിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പാർലമെന്ററി ലോസിനെ ഡിക്ലെയർ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കും. അതിനുള്ള പവർ സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് ആ പവറിന്റെ പേര്. ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ സാധിക്കും എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പറ്റുമ്പോഴും പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു പരമാധികാരം കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 368 പ്രകാരം 368 പ്രകാരം ഒരു പവർ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗവും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഭേദഗതി വരുത്താം. പക്ഷെ ഏത് ഭാഗവും വരുത്താന്നല്ല, ബേസിക് സ്ട്രക്ചറിനെ മാറ്റരുത് നമ്മൾ പറയും. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലേക്ക് ഇപ്പൊ വരുമ്പോൾ നോക്കും. ബേസിക് സ്ട്രക്ചർ മാറ്റരുത് എന്നുള്ളത്, അമെന്റ് ചെയ്യാം എന്നുള്ളത്. പ്രിയാമ്പിളിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. നോക്കിയേ,
ഈ കേസിന്റെ അകത്ത് പറയുന്നുണ്ട് പ്രിയാമ്പിൾ അമെന്റ് ചെയ്യാൻ പറ്റുമോ? പ്രിയാമ്പിൾ ഉൾപ്പെടെ ഏത് ഭാഗം വേണമെങ്കിലും അമെന്റ് ചെയ്യാം. അതായത് ഏത് ഭാഗത്ത് മാറ്റം വരുത്തണമെങ്കിലും ആർക്ക് പറ്റും? പാർലമെന്റിന് പറ്റും. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ ഞാൻ ഷോർട്ട് ആക്കി എഴുതിയതാണ് കേട്ടോ, ART എന്ന്. ആർട്ടിക്കിൾ എന്നാണ്. ഓക്കെ, ആർട്ടിക്കിൾ പ്രകാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 368 368 ആർട്ടിക്കിൾ പ്രകാരം ആ നമ്പർ ഓഫ് ആർട്ടിക്കിൾ പ്രകാരം 368 പ്രകാരം പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിന് പരമാധികാരം ഉണ്ട്. എന്തിനുള്ളത്? പ്രിയാമ്പിൾ ഉൾപ്പെടെ ഏത് ഭാഗം വേണമെങ്കിലും അമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു കുഴപ്പമില്ല, അമെന്റ് ചെയ്യാം, ഭേദഗതി വരുത്താം, ഇവർക്ക് ചേഞ്ചസ് വരുത്താം. പക്ഷെ എങ്ങനെയാവാൻ പാടില്ല? ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതിന്റെ ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മൂലഭാഗം അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങൾ, അതെടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് അമെന്റ് ചെയ്യാൻ പറ്റില്ല. അത് മാറ്റാതെ ഏത് ഭാഗം വേണമെങ്കിലും അമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ പാർലമെന്റിന് എന്തുണ്ട്? ഒരു സൊവീർണിറ്റി ഉണ്ട്, ഒരു പരമാധികാരമുണ്ട് അമെന്റ് ചെയ്യാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗം വേണമെങ്കിലും അമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ജുഡീഷ്യറി, സുപ്രീം കോർട്ടിന് എന്തുണ്ട്? സുപ്രീം കോർട്ടിന് എന്താ ഉള്ളത്? ക്യാൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റും എനി ലോ. സുപ്രീം കോർട്ടിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും ദ പാർലമെന്ററി ലോസ്. സുപ്രീം കോർട്ട് ക്യാൻ ഡിക്ലെയർ ദ പാർലമെന്ററി ലോസ്, അതായത് പാർലമെന്റ് കൊണ്ടുവരുന്ന ലോസ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാക്കാൻ പറ്റും, ആണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റും. ഇത് എടുത്തു കളയാണെന്ന് പറയാൻ പറ്റും സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതിയാണ് അത് വെരിഫൈ ചെയ്യുന്നത്. ഈ നിയമം കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണോ വന്നത്, അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ടാണോ വന്നത് എന്ന് നോക്കാൻ സുപ്രീം കോടതിക്ക് പറ്റും. അപ്പൊ സുപ്രീം കോടതിക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും പാർലമെന്ററി ലോസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന്. ഏത് പ്രകാരം? ത്രൂ ദിസ് പവർ, അവരുടെ പവർ പ്രകാരം, ത്രൂ ഇറ്റ്സ് പവർ, ഇതിൽ ഷോർട്ടാക്കി പഠിച്ചാൽ മതി, ത്രൂ ഇറ്റ്സ് പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. അതിനുള്ള സുപ്രീം കോടതിയുടെ പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂ. സുപ്രീം കോടതിക്ക് മാത്രമല്ല ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള പവർ ഉള്ളത്, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഹൈക്കോർട്ടിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതിക്കും അതായത് ഹൈക്കോടതികൾക്കും പവർ ഉണ്ട് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഏതെങ്കിലും നിയമങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റിനെ, പാർലമെന്റ് ഏത് നിയമം കൊണ്ടുവരുമ്പോഴും ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണോ വന്നത് എന്ന് നോക്കും. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലിക അവകാശങ്ങളെ വയലേറ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ പറയുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന മൗലിക അവകാശങ്ങളെ വയലേറ്റ് ചെയ്താണോ വന്നത്, കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്താണോ വന്നേക്കുന്നത് എന്ന് നോക്കും. ആണെങ്കിൽ അതെന്ത് ചെയ്യും? അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞ് ആ പാർലമെന്റ് കൊണ്ടുവരുന്ന നിയമത്തെ ഡിക്ലെയർ ചെയ്യാനായിട്ട് ജുഡീഷ്യറിക്ക് സാധിക്കും. അതിനുള്ള ജുഡീഷ്യറിയുടെ പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമ്പോഴും, ഇങ്ങനെ അവർക്ക് ആ പവർ ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിന് ഒരു പരമാധികാരം ഉണ്ട്. പാർലമെന്റിന് എന്താ ചെയ്യാൻ പറ്റുന്നേ? പാർലമെന്റിന് ക്യാൻ അമെൻഡ്, അവർക്ക് ഭേദഗതി വരുത്താൻ പറ്റും. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം കൊടുത്തിട്ടുള്ള, ദേ ക്യാൻ അമെൻഡ് ദ മേജർ പോർഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഏത് പ്രകാരം? ആർട്ടിക്കിൾ 368 പ്രകാരം. ത്രൂ ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 368 പ്രകാരം, 368 പ്രകാരം പാർലമെന്റിന് അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും എനി പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 368 കേട്ടോ. ആർട്ടിക്കിൾ 368 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു പാർട്ടും അമെൻഡ് ചെയ്യാനായിട്ട് പറ്റും പാർലമെന്റിന്. ബട്ട് നോട്ട് ബേസിക് ഫീച്ചേഴ്സ്, അത് നിങ്ങൾ ഓർത്തു വെച്ചോ. ബട്ട് നോട്ട് ബേസിക് ഫീച്ചേഴ്സ് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പാർലമെന്റ് ക്യാൻ അമെൻഡ് മേജർ പോർഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ ആർട്ടിക്കിൾ 368. അത് പാർലമെന്റിനുള്ള ഒരു സൊവീർണിറ്റിയാ, പരമാധികാരം പാർലമെന്റിന് കൊടുത്തിട്ടുള്ള ഏതൊരു പോർഷൻസ് വേണമെങ്കിലും അമെൻഡ് ചെയ്യാൻ പറ്റും 368 പ്രകാരം. ബട്ട് നോട്ട് ബേസിക് ഫീച്ചേഴ്സ്, അത് പറഞ്ഞ കേസാണ് കേശവാനന്ദ ഭാരതിയുടെ കേസ്. ഓക്കെ, അതിടയ്ക്ക് നമുക്ക് പോവാം. ഇനി അടുത്തൊരു പ്രത്യേകതയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ അടുത്ത പ്രത്യേകത? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, മൗലിക അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ മൗലിക അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് കുറെ ലിസ്റ്റാണ്, ഒരു ലിസ്റ്റ് ഓഫ് മൗലിക അവകാശങ്ങൾ, കുറെ ലിസ്റ്റുകളായിട്ട് മൗലിക അവകാശങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് പാർട്ട് 3യിലാണ് കേട്ടോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3, നമ്മൾ പറഞ്ഞില്ലേ പാർട്ടുകളുണ്ട്, 25 പാർട്ട് ഉണ്ടെന്ന്. അതിൽ പാർട്ട് 3 കേട്ടോ, പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത്. ഓർത്തു വെക്കണം, പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഏതെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും മൗലിക അവകാശങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടു, മറ്റൊരാൾ വഴിയായിട്ട് ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ വേറെ ഒരു ഓഫീസർ വഴിയോ അതോറിറ്റി വഴിയൊക്കെ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജസ്റ്റീഷ്യബിൾ ആണ്. ജസ്റ്റീഷ്യബിൾ മീൻസ് നമുക്കത്
കോടതി പോയിട്ട് കേസ് കൊടുത്ത് എൻഫോഴ്സ് ചെയ്ത് പ്രാബല്യത്തിലാക്കി എടുക്കാൻ പറ്റും. ജസ്റ്റീഷ്യബിൾ ആൻഡ് എൻഫോഴ്സിബിൾ ആണ്. എൻഫോഴ്സിബിൾ ആണ് ബൈ കോർട്ട് ഓഫ് ലോ. കോടതി വഴിയായിട്ട് ഇത് ജസ്റ്റീഷ്യബിൾ ആണ് ആൻഡ് എൻഫോഴ്സിബിൾ ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 7 ടൈപ്പ് ഉണ്ടായിരുന്നു. 7 ടൈപ്സ് ഏർലിയർ. നേരത്തെ 7 ടൈപ്സ് ഉണ്ടായിരുന്നു. നൗ ഇപ്പോ 6 ടൈപ്സേ ഉള്ളു കേട്ടോ. 6 ടൈപ്സേ ഉള്ളു. നമുക്ക് പഠിക്കാതെ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വെറുതെ. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒറിജിനലി there were 7 categories of fundamental rights. കണ്ടോ, 7 കാറ്റഗറി, 7 എണ്ണം എന്നല്ല, 7 കാറ്റഗറി. നിങ്ങൾ 7 എണ്ണം എന്ന് വിചാരിക്കരുത്, 7 കാറ്റഗറിയാണ്. 7 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 1978 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയായി, അതായത് 44ാമത് ഭേദഗതി. അതായത് ഇവർക്ക് ഭേദഗതി നടത്താലോ പാർലമെന്റിന്. ഏത് പവർ പ്രകാരം? 368 കൊടുത്തിട്ടുണ്ട് ഭേദഗതി വരുത്താനുള്ള പവർ പാർലമെന്റിന്. എവിടെ വേണേലും ഭേദഗതി വരുത്താം, ഇൻക്ലൂഡിംഗ് പ്രിയാമ്പിൾ ഉൾപ്പെടെ ഭേദഗതി വരുത്താം. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എടുത്ത് കളയാതിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ ഭേദഗതി വരുത്തുമ്പോൾ 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 44ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയായിട്ട് 1978 1978 ഇവര് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന 31 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 31 31 എന്ന് പറയുന്നതും, പിന്നെ അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എഫ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സുകളിൽ. 31ഉം 19 ക്ലോസ് 1 ക്ലോസ് എഫ് എന്ന് പറഞ്ഞത് എങ്ങനെ വായിക്കുന്നത്? അങ്ങനെയാണ് 19 ക്ലോസ് 1 ക്ലോസ് എഫ്. ഇത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 44th വഴിയായിട്ട് എടുത്തു കളഞ്ഞു. അത് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ഒരു വ്യക്തിക്ക് എത്രത്തോളം വേണമെങ്കിലും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം, അത് ഡിപ്രൈവ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിനെ ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല, നിഷേധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ മൗലിക അവകാശമാണെന്നാണ് പറഞ്ഞത്. അതായത് എത്ര വേണമെങ്കിലും പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം, അതൊരാളുടെ മൗലിക അവകാശമാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് 31 പക്ഷെ അത് എടുത്തു കളഞ്ഞു. ഇപ്പൊ നിലവിൽ ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഇല്ല. 1978 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോൾ 7 കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. ആ 7 എണ്ണത്തിൽ ഈ ഒരെണ്ണം എടുത്ത് കളഞ്ഞു. അപ്പൊ ഇപ്പൊ എത്രയേ ഉള്ളൂ? ഇപ്പൊ ഇത് റൈറ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ അതെങ്ങനെയാ? അതിപ്പോ ഒരു ലീഗൽ റൈറ്റ് മാത്രം. അത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, മൗലിക അവകാശം അല്ല. അതിപ്പോ ഒരു ലീഗൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു പേര് പറയും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന്. അതൊരു ലീഗൽ റൈറ്റോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റോ ആണ്. അത് എവിടെ ഇപ്പോൾ ഉള്ളത്? പാർട്ട് 3 കിടന്നിരുന്ന സാധനം എടുത്ത് പാർട്ട് 12 കൊണ്ടുപോയി. പാർട്ട് 12 ആർട്ടിക്കിൾ 300A അണ്ടറിൽ അത് അവിടെ ഉണ്ട്. ഇപ്പോ ആർട്ടിക്കിൾ 3 പാർട്ട് 3 ഉണ്ടായിരുന്നായിരുന്നു ആർട്ടിക്കിൾ 31നും, പിന്നെ 19 ക്ലോസ് 1 ക്ലോസ് ഇ ഉണ്ട്, അതിൻ്റെ അകത്തും പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് പാർട്ട് 12 കൊണ്ടുപോയി. ആർട്ടിക്കിൾ 300A അണ്ടറിലാണ് അവിടെ കിടക്കുന്നത്. അതിപ്പോ ലീഗൽ റൈറ്റാ, മൗലിക അവകാശം ഒന്നും അല്ല, പക്ഷെ ലീഗൽ റൈറ്റ് ആയിട്ട് അതവിടെ ഉണ്ട്. ഇപ്പൊ റൈറ്റ് പ്രോപ്പർട്ടി ഇപ്പൊ അങ്ങനെ നമുക്ക് 6 ഉള്ളൂ, 6 എടുത്ത് കളഞ്ഞു. അങ്ങനെ 6 ടൈപ്പ് അല്ലെങ്കിൽ 6 കാറ്റഗറി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. റൈറ്റ് ടു ഇക്വാലിറ്റി, അതായത് തുല്യത, സമത്വത്തിനുള്ളത് 14 തൊട്ട് 18 വരെ ഉള്ളത്. റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടാനുള്ളത് 19 to 22. റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുന്നതിന് എഗനിസ്റ്റ് ആയിട്ടുള്ളത് 23, 24. ഓരോ ആർട്ടിക്കിൾ നമുക്ക് പഠിക്കണം. 14 തൊട്ട് 18 വരെ ഉള്ളത് ഇക്വാലിറ്റി. അപ്പൊ ഇതിൽ ഓരോന്നും പഠിക്കണം. 14 എന്താ, 15 എന്താ, 16 എന്താ, 17 എന്താ, 18 എന്താ, പലതരത്തിലുള്ള തുല്യതകളാണ് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീഡം 19 തൊട്ട് 22 വരെയാണ് പറയുന്നത്. ഇപ്പൊ 19, 20, 21, 22 എല്ലാം പഠിക്കേണ്ടതാണ്. റൈറ്റ് എഗനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള റൈറ്റ്. അപ്പൊ ചൂഷണങ്ങൾക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അതില് 23, 24 ഉണ്ട്, രണ്ടും പഠിക്കണം. ഇപ്പൊ നമുക്ക് എടുക്കാം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ 25 തൊട്ട് 28 വരെ ഓരോ ആർട്ടിക്കിളും പഠിക്കണം കേട്ടോ. ആ കാറ്റഗറിയുടെ പേരാണ് നമുക്ക് റിലീജിയൻ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് മതപരമായ രീതിയിലുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് 29ഉം 30 ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ സംസ്കാരം അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനില്ലേ ഓരോരോ സ്റ്റേറ്റിലുള്ളവർക്ക് അവരുടെ സംസ്കാരം പ്രൊട്ടക്ട് ചെയ്യാനും, അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ റൈറ്റുകളും ഒക്കെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതെങ്കിലും, മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ
നമുക്ക് എന്ത് ചെയ്യാം, റെമഡി, പരിഹാരം കൂടി തന്നിട്ടുണ്ട്. പരിഹാരം എന്താ? ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോവാം, നമുക്ക് ഹർജി കൊടുക്കാം, റിട്ട് കൊടുക്കാൻ പറ്റും, എന്നിട്ട് നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ റൈറ്റ് വയലേറ്റ് ചെയ്ത്. അതാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അപ്പൊ ഇത്രയും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇപ്പൊ നമുക്കുള്ളത്. 6 കാറ്റഗറി. ഇത് ഓരോന്നും ഡീപ്പായിട്ട് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് എടുക്കേണ്ടതാണ് ക്ലാസ്സിൽ. ഇപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 6 കാറ്റഗറീസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. നൗ 6 ടൈപ്സ് ആണുള്ളത്. അതാ ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ. ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കേണ്ടതാണ് നമുക്ക്. നേരത്തെ 7 ഉണ്ടായിരുന്നു, ഒരെണ്ണം എപ്പോൾ എടുത്തു കളഞ്ഞു? 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴിയായി റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് ഇപ്പൊ എടുത്തു കളഞ്ഞു. ഇപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. അടുത്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് മുമ്പാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അത് നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാം കേട്ടോ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നോക്കിയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലേക്ക് വരാം.